ഖുർആൻ അത്ഭുതങ്ങളുടെ മഹാസാഗരമാണ്. ഖുർആൻ അത്ഭുതങ്ങളുടെ പ്രതീകമാണ്. ഖുർആൻ അത്ഭുതങ്ങളുടെ പ്രതീക്ഷയാണ്. ഖുർആൻ വല്ലാത്ത വരദാനമാണ്. 114 അധ്യായങ്ങളോടുകൂടെ 6566 ആയത്തിലൂടെ ഒരുപാട് പരിവർത്തനങ്ങൾ സമ്മേളിച്ച ഉന്നതമായ ഗ്രന്ഥമാണ്. നിന്റെ ജീവിതം മുതൽ നിന്റെ അന്ത്യം വരെയും, നിന്റെ അന്ത്യം മുതൽ അവസാനം വരെയും, നാളെ പാരത്രിക ലോകം മുതൽ നിന്റെ അവസാനം നിന്നെ പുനർജീവിക്കുന്നത് വരെയും ചർച്ച ചെയ്യപ്പെടുന്ന അമൂല്യമായ ഒരു റഫറൻസ് ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. അതല്ലേ അല്ലാഹു പറഞ്ഞത്, ലൗ അൻസൽനാൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്. ഈ ഖുർആനെ ആ കാണുന്ന പർവ്വതത്തിന്റെ മുകളിലായിട്ട് അല്ലാഹു ഇറക്കിയിരുന്നുവെങ്കിൽ ആ പർവ്വതം പപ്പടം പോലെ നിലംപതിച്ചു പോയേനെ എന്ന് വിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനമാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഭാവം എങ്ങനെയാണെന്ന് ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുകയാണ്. നമ്മുടെ ഹബീബിന്റെ സ്വഭാവം എങ്ങനെയാ? സഹാബത്ത് ചോദിക്കുന്നു. വഖുലിഖൽ ഇൻസാൻ, മനുഷ്യനെ സൃഷ്ടിക്കപ്പെടുന്നത് ഏറ്റവും വൈഭവമുള്ള അഖ്ലാഖാണ് എന്ന് പറഞ്ഞതുപോലെ വകാന ഖുലുഖുഹു ഖുർആൻ. നബിതങ്ങളുടെ സ്വഭാവം ഖുർആനായിരുന്നു. നബിതങ്ങളുടെ ഇടപെടൽ ഖുർആനായിരുന്നു. നബിതങ്ങൾ ഏതൊന്ന് പറയുമെങ്കിലും യാതൊന്ന് ചിന്തിക്കുന്നുവെങ്കിലും സ്വന്തം തീരുമാനമല്ല. നബിതങ്ങൾ ഏതൊന്ന് പറയുന്നെങ്കിലും അല്ലാഹുവിൽ നിന്നുള്ള വഹി അല്ലാതെ ജിബ്രീൽ എന്ന മാലാഖ മുഖാന്തരം വഹി ഇറങ്ങാതെ നബിതങ്ങൾ സംസാരിക്കുകയില്ല.